ഹായ് ഹലോ മക്കളെ. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഈ ചാപ്റ്ററിലോട്ട് പോകാം അല്ലേ. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആസ് ദ ടോട്ടാലിറ്റി ഓഫ് ജീൻസ്, സ്പീഷീസ് ആൻഡ് ഇക്കോസിസ്റ്റംസ് ഓഫ് ഗിവൺ റീജിയൻ. ഒരു റീജിയനിൽ കാണപ്പെടുന്ന ടോട്ടാലിറ്റി ഓഫ് ജീൻസ്, അവിടെ എത്ര ജീൻസ് പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ എത്ര സ്പീഷീസ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര എക്കോസിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റിക്ക് വേറൊരു ഇതും കൂടെ കൊടുക്കാം, ഡെഫിനിഷനും കൂടെ കൊടുക്കാം. ഇറ്റ് മീൻസ് ദ വൈഡ് വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഇൻ എ ഗിവൺ ഏരിയ. നമ്മളൊരു ഏരിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്നുള്ള പറയുന്ന ഒരു റീജിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രം സ്പീഷീസ് ഉണ്ട്, ഇവിടെ എത്ര എണ്ണമുണ്ട്, അല്ലെങ്കിൽ എത്ര വെറൈറ്റി സ്പീഷീസ് ഉണ്ട് എന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ബയോഡൈവേഴ്സിറ്റി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇങ്ങനെ മൂന്ന് സബ് ഡിവിഷൻസ് ആണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് വരുന്നത്. ഇതിനകത്ത് തന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്തില്ലേ? ആ ഡിവൈഡ് ചെയ്തതിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഫസ്റ്റ് വൺ അല്ലേ. അതെന്താണ് ജനറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജീൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ വെറൈറ്റി ഇൻ ദ ജനറ്റിക് ഫോർമേഷൻ അല്ലെങ്കിൽ ജീൻസ് ഇൻ എ സ്പീഷീസ്. ഒരു സ്പീഷീസിൽ തന്നെയുള്ള ജീൻസിൻ്റെ ആ ഒരു എണ്ണം അല്ല അതിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സ്പീഷീസിൽ തന്നെ, അപ്പം മാൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് എടുത്താൽ എന്നിൽ കാണപ്പെടുന്ന എല്ലാ ജീൻസും ഒരുപോലെ ആയിരിക്കില്ല വേറൊരു ആളിൽ കാണപ്പെടുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 50,000 ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസിൻ്റെ ഏകദേശം 50,000 വെറൈറ്റീസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകദേശം 1000 വെറൈറ്റീസ് ഓഫ് മാംഗോയും ആണ് നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഒരു സ്പീഷീസ് മാംഗോ എന്ന് പറയുമ്പോൾ എന്താണ്, മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒറൈസ സെറ്റൈവ എന്ന് പറയുന്നതിൽ തന്നെ ഇത്രമാത്രം വെറൈറ്റീസ് നമുക്ക് കാണാം. അത് ജനറ്റിക് വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പോകാം നമ്മുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഓരോരോ സ്പീഷീസുകളിൽ ഉണ്ടാവുന്ന ഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ടേംസ് മെയിനായിട്ട് നോക്കാനുണ്ട്, വിച്ച് ഇസ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്ന ടേമും അതുപോലെ തന്നെ സ്പീഷീസ് ഈവൻനെസ് എന്ന് പറയുന്ന ടേമും. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവും എന്താണ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ. എത്രമാത്രം സ്പീഷീസുകൾ ഒരു ഏരിയയിൽ കാണപ്പെടുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഒരു ഏരിയയിൽ കാണപ്പെടുന്നു എന്നതാണ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സ്പീഷീസ് പെർ യൂണിറ്റ് ഏരിയ. യെസ്, യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രമാത്രം സ്പീഷീസ് ഉണ്ട്, അതാണ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമതാണ് സ്പീഷീസ് ഈവൻനെസ്. ഇറ്റ് റിഫേഴ്സ് ടു ദ റിലേറ്റീവ് abundance with which each species is represented in an area. ഇപ്പം നമ്മളൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ടാകും ആ ഒരു ഏരിയയിൽ. ഇപ്പം നമുക്ക് വരയാട് എന്ന് പറയുന്നത് അല്ലേ, ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ആ ഒരു വരയാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അവിടെ ഒരുപാട് നമ്മൾ വളർത്തുന്നുണ്ട്, അതായത് ഇൻസിറ്റ്യൂ കൺസർവേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വരയാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീലഗിരി താർ എന്ന് പറയുന്ന ആ ഒരു ജീവി കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പീഷീസ് ഈവൻനെസ് എന്ന് പറയുന്നത്. അതായത് ഒരേ സ്പീഷീസ് തന്നെ കുറേ എണ്ണം ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുക എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് സ്പീഷീസ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലേ, ഭയങ്കരമായിട്ട് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ബയോഡൈവേഴ്സിറ്റീൻ്റെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക്
വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ്, നമ്മൾ ഇതുവരെ കാണാത്ത ആനിമൽസും പ്ലാന്റ്സും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഫിബിയൻ സ്പീഷീസിനെ കാണാൻ പറ്റും. കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ആണ്. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് എ മെഷർ ഓഫ് ഡൈവേഴ്സിറ്റി അറ്റ് കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കുറേ പോപ്പുലേഷൻസ് ചേർന്നിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ഒരു സ്പീഷീസിൻ്റെ കൂട്ടമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് എല്ലാം ചേർന്നിട്ട് അവിടെ കാണുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് എല്ലാം ചേർന്നിട്ട് അവിടെ ഈ കമ്മ്യൂണിറ്റികളിൽ ഉണ്ടാകുന്ന ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 ലെവൽസ് ഓഫ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് അവിടെ? നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, ആൻഡ് ഓൾസോ ദ വെറ്റ്ലൻഡ്സ് ഉണ്ട്, മാൻഗ്രൂവ്സ് കാണാൻ പറ്റും. ഇങ്ങനെ പല 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 ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റംസ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് വാട്ടറിലെ ഓഷൻ അല്ലെങ്കിൽ സീയിൽ തന്നെ നമുക്ക് ഒരുപാട്, അല്ലേ, നമുക്ക് കോറൽ റീഫ്, എസ്റ്റുറീസ് എന്നൊക്കെ പറയുന്നത് അക്വാട്ടിക് ഇക്കോസിസ്റ്റംസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം സ്പീഷീസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. IUCNൻ്റെ കണക്ക് പ്രകാരം എത്രയുണ്ട്? IUCNൻ്റെ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ് മക്കളെ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സസ് ആണ് നമ്മുടെ IUCN എന്ന് പറയുന്നത്. അപ്പോൾ IUCNൻ്റെ 2004 കണക്ക് പ്രകാരം എത്ര ആനിമൽസിനെ അല്ലെങ്കിൽ എത്ര സ്പീഷീസിന് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? യെസ്, 1.5 മില്യൺ ആണ് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് വേറൊരു സയൻറ്റിസ്റ്റ്, നമ്മുടെ റോബർട്ട് മേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പ്രകാരം സ്പീഷീസ് ഡൈവേഴ്സിറ്റി അബൌട്ട് 7 മില്യൺ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. And more than 70% of the species recorded are animals and 22% വെറും 22% മാത്രമേ പ്ലാന്റ്സിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 70% ആനിമൽസ് ആണ് ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പീഷീസ് റിച്ച്നെസ്സിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം. ഇതിനകത്തൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മിസ് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്നാണ്. അതായത് മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സ്പീഷീസുകളെ കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള റീജിയൻസിനെയാണ് നമ്മൾ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലാൻഡ്, നമ്മുടെ നമ്മുടെ എർത്ത് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ലാൻഡിൽ 2.4% ആണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. അതിൽ തന്നെ നമുക്ക് 8.1% ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കണം, ഈ 2.4% സ്ഥലത്ത് ഈ 8.1% സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണണമെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം ഒരു ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ളത്, അല്ലേ? ആൻഡ് നമുക്കിവിടെ കുറേ കണക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ നമ്പേഴ്സ് ഒന്നും നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തതാണ്, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോകാം. 45,000 species of plants and 9,000 to 1 lakh വരെ species of animals to be recorded and described. ഇനിയും റെക്കോർഡ് ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഇത്രമാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് നമുക്കിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് ഈ 3 ഡയഗ്രാംസ്, ഈ പൈ ചാർട്ടുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഫസ്റ്റ് വൺ ഇതിൻ്റെയാണ്, നമ്മുടെ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ആണ് നമുക്ക് ഫസ്റ്റ് കാണുന്ന പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ പൈ ചാർട്ടാണ്. അതിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ? നമ്മുടെ ആർത്രോപോഡ മുതൽ താഴോട്ടുള്ള ക്ലാസ് ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ ആ ക്ലാസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസെക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. ഏകദേശം ഒരു 70% എന്താണ് മക്കളെ? ഇൻവെർട്ടിബ്രേറ്റ്സിലും ഇൻസെക്റ്റുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫൈലം ആർത്രോപോഡയാണ് ഏറ്റവും വലിയ ഫൈലം, അതിലാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആർത്രോപോഡയിൽ വരുന്നതാണ് എന്ത്? ക്ലാസ് ഇൻസെക്റ്റ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഇൻസെക്റ്റയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്, മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റയിലാണ്. അതിനുശേഷം നമുക്ക് മൊളസ്കുകളെ കാണാൻ പറ്റും. മൊളസ്ക്
ആൻഡ് ക്രസ്റ്റേഷ്യൻസ് അല്ലേ, നമ്മുടെ കൂന്തള്, ചെമ്മീൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ മൊളസ്കിൽ വരുന്നത്, ക്രസ്റ്റേഷ്യൻസിൽ വരുന്നതാണ്. മൊളസ്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? യെസ്, നമ്മുടെ ആ ചിപ്പി, കല്ലുമ്മക്കായ, കക്ക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലേ, പൈല, പിങ്ടാഡ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതെല്ലാം നമ്മുടെ മൊളസ്കിൽ വരുന്നതാണ്, സ്നെയിലൊക്കെ വരുന്നത്. ആൻഡ് അവിടെ വരുന്നത് അതിന് ശേഷമാണ് കേട്ടോ. ആ ബാക്കിയുള്ള 25% അല്ലെങ്കിൽ ഒരു 30%-നുള്ളിലാണ് ബാക്കി 3 അതർ ആനിമൽ ഗ്രൂപ്പ്സ്, ക്രസ്റ്റേഷ്യൻസ്, മൊളസ്ക് എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഇൻസെക്റ്റിന് പകരം എക്സ് എന്നോ വൈ എന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ എന്തെഴുതണം? യെസ്, ഇത് ഇൻസെക്റ്റ് ആണെന്ന് എഴുതണം, കാരണം ഏറ്റവും കൂടുതലുള്ളത് ഇൻസെക്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ വെർട്ടിബ്രേറ്റ്സിലേക്ക് വരികയാണ്. യെസ്, നമ്മുടെ ഫിഷസ് മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർ, ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്, ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ് അല്ലേ. അപ്പോൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് ഏകദേശം 50% ആരാണ് മക്കളെ? 50% നമുക്ക് കാണപ്പെടുന്ന ഫിഷസ് ആണ് കേട്ടോ. 50% ഫിഷസ് ആണെങ്കിൽ ബാക്കി 50% ആണ് നമ്മുടെ മാമൽസും, ബേർഡ്സും, റെപ്റ്റൈൽസും, ആംഫിബിയൻസ് എല്ലാം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 പൈ ചാർട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആനിമൽസിൻ്റെ കേസിൽ. ഇനി നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ വരുവാണെങ്കിൽ, പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫംഗൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്ലാന്റ്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗസ് ആണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എന്തും കാണപ്പെടുന്നുണ്ട്? ഏഞ്ചിയോസ്പേംസും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഏഞ്ചിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ ബെയറിംഗ് ആയിട്ടുള്ള ട്രീസ് ആണ് ഏഞ്ചിയോസ്പേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചിയോസ്പേംസും അതുപോലെ തന്നെ ഫംഗസുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്പീഷീസുകൾ. അതിനുശേഷം വരുന്നതാണ് ആൽഗേ, ദെൻ വരുന്നതാണ് മോസസ്, അലീസ്, ലൈക്കൺസ്, ഇതൊക്കെ വരുന്നത് പിന്നീടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മേജർ ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും നെയിം ചെയ്യാനായിട്ടുള്ള ഇനിയും കുറേ സ്പീഷീസുകൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്നെ കണ്ടുപിടിക്കൂ, എനിക്ക് പേരിടൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. പക്ഷേ ഇതിനൊന്നും നമുക്ക് ഓടിപ്പോയി തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തതിന് കുറേ റീസൺസ് ഉണ്ട്. എന്താണ് ആ റീസൺസ് എന്ന് പറയുന്നത്? അത്രയും ഒരു മാൻ പവർ നമുക്ക് വേണം അല്ലേ. അപ്പം നമുക്ക് ഒരു ആമസോൺ ഫോറസ്റ്റ് എടുക്കുകയാണ്, അതൊരു വലിയ ഹ്യൂജ് റീജിയൺ ആണ് അല്ലേ. അതുപോലെ തന്നെ പല നമ്മുടെ ഫോറസ്റ്റ് റീജിയണും ഒക്കെ നോക്കുവാണെങ്കിൽ, നമ്മുടെ പിന്നെ ഗ്ലേസിയർ ആ റീജിയണൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റീജിയൻസ് ആണ്. അപ്പോൾ അവിടെയുള്ള സ്പീഷീസുകൾ, പുതിയ സ്പീഷീസുകൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? യെസ്, ഇതുവരെ എത്രയും നമുക്ക് സ്പീഷീസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയണം. ഇനി എത്ര കണ്ടുപിടിക്കാനുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു നോളജ് ഉള്ളവർക്ക് മാത്രമല്ലേ അങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഒരുപാട് സ്പീഷീസുകളെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് നമ്മുടെ റോബർട്ട് മെയ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്താണ്? ആൻഡ് ഇത് ഇനിയും കുറേ എണ്ണം കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അതിനകത്ത് ഈ ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. നമുക്ക് അറിയാം, ഒരുപാട് നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് ആനിമൽസ്, പ്ലാന്റ്സ് ഒന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു, ആർക്കിയോടെറിക്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ, മാമർത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള കുറേ ജീവികൾ, കുറേ പ്ലാന്റ്സ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഡിസ്ട്രക്ഷൻ, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പേരിൽ അല്ലെങ്കിൽ അർബനൈസേഷൻ്റെ പേരിൽ ഈ ഡിസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരുപാട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ് അടുത്തതായിട്ട് വരുന്നത്. പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഒരു യൂണിഫോം പാറ്റേണിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം എടുത്തു ആൻഡ് നമ്മളൊരു ഡെസേർട്ട് എടുത്തു. അപ്പോൾ ഡെസേർട്ട് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റവും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഡെസേർട്ടിന് ഒരു രസമല്ലേ ഉള്ളൂ. ഓക്കെ, ഡെസേർട്ട് അല്ലേ. അപ്പോൾ ഡെസേർട്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിലായിരിക്കില്ലേ നമുക്ക് കൂടുതൽ ആനിമൽസ് ആൻഡ് സ്പീഷീസിനൊക്കെ കാണാൻ പറ്റുക. ഒരുപാട് പ്ലാന്റ്സ്, ആനിമൽസ്, നമുക്ക് ചെറിയ മൈക്രോ ഓർഗാനിസംസ്, ഇതെല്ലാം നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാണ് കൂടുതൽ കാണാൻ പറ്റുക. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ലേ, ആ ട്രോപ്പിക്കൽ റീജിയനിലാണ് കൂടുതൽ കാണാൻ പറ്റുക. ഈ ഡെസേർട്ട്സിലുള്ളത് എന്താണ്? കൂടുതലും ഈ റെപ്റ്റൈൽസ് ആണ്. അതുപോലെ തന്നെ അവിടെ ട്രീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ കാക്ടസ് പോലുള്ള അങ്ങനത്തെ വളരെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഇക്കോസിസ്റ്റത്തിലും
എല്ലാ ഇക്കോസിസ്റ്റത്തിലും നമുക്ക് ഒരുപോലെ സ്പീഷീസ് റിച്ച്നെസ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അമേരിക്ക എടുത്തു, അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി എടുത്തു അല്ലേ. അപ്പം നമുക്ക് അറിയാം ഓസ്ട്രേലിയയിൽ മാത്രമാണ് കങ്കാരൂസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് വേറെ കൺട്രീസിൽ കങ്കാരൂസിനെ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കിവി എന്ന് പറയുന്ന ബേർഡ് നമുക്ക് ന്യൂസിലൻഡിലാണ് കാണാൻ പറ്റുന്നത്. ന്യൂസിലൻഡിൻ്റെ മാത്രം ഒരു ബേർഡാണ് കിവി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഓരോ റീജിയൻസിലും അവരവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ സ്പീഷീസുകൾ ഉണ്ടാവും. അതൊന്നും വേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീഷീസ് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? നോട്ട് യൂണിഫോം ആണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ വേൾഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ട്രൂ ഓർ ഫോൾസിലൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ എന്താണ്? അത് തെറ്റാണ്. ബയോഡൈവേഴ്സിറ്റി ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ വേൾഡ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. And also the favorable environmental conditions favor the speciation and make it possible for large number of species to exist there. അതായത് ഒരു സ്ഥലത്ത് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവല്യൂഷനിലൂടെ പുതിയ സ്പീഷീസുകൾ ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഒരു ഏരിയയിൽ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് എന്നുള്ളതാണ് ഫസ്റ്റ്. ആൻഡ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ എർത്ത് എടുക്കുകയാണ്, ഇതാണ് നമ്മുടെ എർത്ത് എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ എർത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഇതിലേ പോകുന്ന സെൻറ്ററിലൂടെ പോകുന്നതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇക്വേറ്റർ ആണ് നമ്മുടെ സെൻറ്ററിലൂടെ പോകുന്നത്, അതായത് 0 ഡിഗ്രിയിൽ പോകുന്നതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേറ്ററിൻ്റെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന കുറച്ച് ഒരു സ്ഥലമുണ്ട്, അതായത് 23.5 ഡിഗ്രി നോർത്തും അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തുമായിട്ട് നമുക്ക് കുറച്ച് റീജിയൻ കാണാൻ പറ്റും. 23.5 ഇതും 23.5 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് റീജിയൻ കാണാൻ പറ്റും. ആ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മുടെ ഇന്ത്യ ഒക്കെ വരുന്നത് അല്ലേ. ഇന്ത്യ, പിന്നെ ആഫ്രിക്കയുടെ കുറേ ഭാഗങ്ങൾ, കൊളംബിയ, ആ ഭാഗമൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ UK, നമ്മുടെ കാനഡ, ഇതൊക്കെ വരുന്ന ഏതാണ്? അമേരിക്കയിലെ കുറേ ഭാഗങ്ങൾ ഒക്കെ ടെമ്പറേറ്റ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു റീജിയനിൽ കാണാൻ പറ്റും. ഇനി ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന റീജിയൻ അല്ലേ, ഈ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന റീജിയൻ നമ്മൾ എന്താ വിളിക്കാം? പോളാർ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിക്കും അന്റാർട്ടിക്കും ഒക്കെയാണ് നമുക്ക് പോളാർ റീജിയനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭൂമിനെ ലാറ്റിറ്റ്യൂഡ് വൈസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ട്രോപ്പിക്കൽ ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്തിനെ കാണാൻ പറ്റുക? സ്പീഷീസുകളെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ് മക്കളെ കാണുക? യെസ്, ഈ ട്രോപ്പിക്കൽ റീജിയനിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി അതിലും കുറവാണ് നമുക്ക് ടെമ്പറേറ്റ് റീജിയനിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കുവാണെങ്കിൽ 1400 ബേർഡ് സ്പീഷീസും നമുക്ക് കൊളംബിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇക്വേറ്റർ റീജിയനിൽ, നിയർ ഇക്വേറ്റർ ആണ് കൊളംബിയ ഇരിക്കുന്നത്. ആൻഡ് ന്യൂയോർക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഓൺലി 410 മാത്രമാണ് അവിടെ നമുക്ക് സ്പീഷീസിനെ, 410 നോർത്താണ് കൊടുത്തിട്ടുള്ളത്. 105 സ്പീഷീസിനെ മാത്രമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? ന്യൂയോർക്കിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് നമ്മൾ ഗ്രീൻലൻഡ് എടുത്തു. ഗ്രീൻലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ പോളാർ റീജിയനിലാണ് അല്ലേ, നമ്മുടെ ആർട്ടിക് റീജിയനിലാണ് വരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ എത്രയാണ് സ്പീഷീസ്? അവിടെ വെറും 56 സ്പീഷീസിനെ മാത്രമാണ് ആ ബേർഡ്സിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റുന്നത് എന്നാണ്. ആൻഡ് നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേ സ്പീഷീസ് നമ്മൾക്ക് 1200 ആണ് നമുക്ക് ആ ഒരു സ്പീഷീസിനെ കാണാൻ പറ്റുന്നത്, ബേർഡ് സ്പീഷീസിനെ. അപ്പോൾ നമ്മുടെ ഇന്ത്യ എവിടെയായിട്ട് വരുന്നത്? നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലാണ് വരുന്നത്.
ആൻഡ് നമ്മളിവിടെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഏകദേശം 40,000 സ്പീഷീസ് ഉണ്ട് ആൻഡ് 1,25,000 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് ഏകദേശം 40,000 ഉണ്ട് ആൻഡ് 1,25,000 ഇൻവെർട്ടിബ്രേറ്റ്സ് നമുക്ക് അവിടെ കാണാം ആൻഡ് 3,000 സ്പീഷീസ് ഫിഷസ് കാണാം, 425 ആംഫിബിയൻസ് കാണാം, 378 റെപ്റ്റൈൽസ് കാണാം ആൻഡ് 1,300 ഓളം ബേർഡ്സ് കാണാൻ പറ്റും ആൻഡ് 427 മാമൽസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ടൈപ്പ് ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണാനായിട്ട് പറ്റും. കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ബയോഡൈവേഴ്സിറ്റി ഉള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബയോഡൈവേഴ്സിറ്റി റീജിയണിലും ഇങ്ങനെ ചേഞ്ചസ് വരാനുള്ള കാരണങ്ങൾ നോക്കാം. ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടെമ്പറേറ്റ് റീജിയണിൽ പണ്ട് നമ്മുടെ എവല്യൂഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എന്താണ്, കുറച്ചൊക്കെ മഞ്ഞ് മലകളും ഒക്കെയുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറേ ഗ്ലേസിയേഷൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെയുള്ള കംപ്ലീറ്റ് സ്പീഷീസും നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയിട്ടാണ് അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് കുറഞ്ഞത് എന്നാണ് പറയുന്നത്. ആൻഡ് ട്രോപ്പിക്കൽ റീജിയണിൽ വെച്ച് നോക്കുമ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയണിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല. ഓരോ ക്ലൈമറ്റിക് ചേഞ്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ റീജിയണിൽ കൂടുതലായിട്ട് സ്പീഷീസിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. നമുക്കറിയാലേ, നമുക്ക് ഒരു ഇയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, വിൻ്റർ ഉണ്ട്, സമ്മർ ഉണ്ട്, റെയിനിങ് സീസൺ ഉണ്ട്, പിന്നെ എന്താണ് നമുക്ക് ഫോൾ ഉണ്ട്, ഇങ്ങനെ ഓരോരോ സമയം സീസൺസ് ഉണ്ടാവും. അപ്പോൾ ഈ സീസൺസിലൊന്നും നമ്മുടെ ട്രോപ്പിക് റീജിയനിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് എന്ന് വിചാരിക്കുക, കേരളത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് മഴക്കാലത്ത് ജസ്റ്റ് മഴ പെയ്യും ആൻഡ് മഞ്ഞുകാലം വരുമ്പോൾ നമുക്ക് വലിയ തണുപ്പൊന്നും അനുഭവപ്പെടാറില്ല അല്ലേ. നമുക്ക് ഭയങ്കരമായിട്ട് സ്നോഫോൾ ഒക്കെ വരാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ ക്ലൈമറ്റ് ചേഞ്ചുകൾ വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്പീഷീസുകൾ വളരെ നന്നായിട്ട് സ്റ്റേബിളായിട്ട് നിന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ട്രോപ്പിക്സ് റീജിയനിൽ കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും മക്കളെ, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമുക്കിവിടെ കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ്സിനെ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. ആൻഡ് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു സ്പീഷീസിന്, അതായത് ഒരു ഏരിയ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുറച്ചധികം സ്പീഷീസുകളെ നമ്മൾക്കൊരു ഫോർ എക്സാമ്പിൾ 10 സ്പീഷീസിനെ നമ്മളൊരു 2 ഏക്കർ, ഒരു ഏക്കർ സ്ഥലത്ത് 10 സ്പീഷീസിനെ കൊണ്ടിട്ടു. ഇനി ഈ 10 സ്പീഷീസിനെ തന്നെ നമ്മളൊരു 10 ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ കൊണ്ടിട്ടാൽ ഇവിടെ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് കാണാൻ പറ്റുക? ഇവിടെ 1 ഏക്കർ എന്ന് പറയുമ്പോൾ അതൊരു ലിമിറ്റഡ് ഏരിയ ആണല്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഇത്രയും സ്പീഷീസുകൾക്ക് ഒരുമിച്ച് താമസിക്കാനും ജീവിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു 10 ഏക്കേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിലും കൂടുമ്പോൾ, നമ്മുടെ ആ ഒരു ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, സ്പീഷീസിന് ഒരുപാട് റിസോഴ്സസ് കിട്ടും ആൻഡ് അവർക്ക് അവരുടെ ടെറിട്ടറീസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് അവിടെ ജീവിക്കാൻ നന്നായിട്ടല്ലേ. അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർഡ് ഏരിയ കിട്ടുമ്പോൾ ഈ നമ്മുടെ സ്പീഷീസിൻ്റെ എണ്ണവും അതിനനുസരിച്ച് കൂടുമെന്നാണ് ഈ ഒരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പക്ഷിയുണ്ട്, എന്താണ്, അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഏരിയ കൂട്ടി കൊടുത്താലും സ്പീഷീസ് കൂടാൻ പോകുന്നില്ല. അതിന് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മുടെ സ്പീഷീസ് റിച്ച്നെസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്ലോപ്പ് കാണാനായിട്ട് പറ്റും അല്ലേ. ഇവിടെ ഈ സ്ലോപ്പിൽ ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. വൈ ആക്സിസിലാണ് സ്പീഷീസ് റിച്ച്നെസ് കിടക്കുന്നത്, എക്സ് ആക്സിസിലാണ് ഏരിയ കിടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ഒരു സ്ലോപ്പ് വരയ്ക്കുമ്പം ഇതിൻ്റെ നേരെ വരുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ടൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരാബോളയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്.
അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷ്യസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഫോർ എ നമ്പർ ടാക്സ വിൽ ബി ലൈക്ക് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലേ, ഹൈപ്പർബോള ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ലോഗറിതമിക് സ്കെയിലിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്കൊരു ലീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കാണാം. എസ് ഈസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ് എന്നുള്ളതും ആൻഡ് ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് പറയുന്നതും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ഇക്വേഷനാണ് ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ നമ്മുടെ എസ് എന്താണ്, സെഡ് എന്താണ്, എ എന്താണ്, സി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ രണ്ട് ഫാക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ടു ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ എന്തിനാണ് ഇത്രയും സ്പീഷ്യസ് ഡൈവേഴ്സിറ്റീൻ്റെ ആവശ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് കൂടുതൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ വിത്ത് മോർ സ്പീഷ്യസ് ടെൻഡ് ടു ബി മോർ സ്റ്റേബിൾ. അപ്പോൾ കൂടുതൽ സ്പീഷ്യസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റും, സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് നമുക്കൊരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റത്തിൻ്റെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ പ്രൊഡക്ടിവിറ്റി ഷുഡ് നോട്ട് ഷോ ടു മച്ച് ഇയർ ടു ഇയർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയിൽ വളരെയധികം വേരിയേഷൻസ് കാണിക്കുന്നില്ല. കാരണം എന്താണ്, അവിടുത്തെ ഒരു സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലേ. അങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്ന കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഈ ഒരു വർഷം വളരെ കുറഞ്ഞ പ്രൊഡക്ടിവിറ്റി, അടുത്ത വർഷം വളരെ കൂടിയ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ ഈ വർഷം കൂടുതലാണെങ്കിൽ അടുത്ത വർഷം വളരെ കുറയുന്നു, അങ്ങനെ ഒരു ഇതില്ല. ഏകദേശം ഒരുപോലെയാണ്, യൂണിഫോം ആയിട്ടാണ് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ സീസണൽ ഡിസ്റ്റർബൻസുമായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. എന്തൊക്കെ സീസണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര മഞ്ഞ്, മഴ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഇതൊക്കെ വരാം അല്ലേ. അപ്പോൾ ഇതൊക്കെ വന്നാലും അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും നമ്മുടെ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി റെസിസ്റ്റൻറ്റ് ടു ഇൻവേഷൻ ബൈ ഏലിയൻ സ്പീഷ്യസ്. ഏലിയൻ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, നമുക്കിവിടെ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട് അല്ലേ. അതായത് നമ്മുടെ നാടിൻ്റെ തന്നെ കുറേ സ്പീഷീസ് ഉണ്ട്. അതല്ലാതെ മറ്റ് നാടുകളിൽ നിന്നും വന്ന സ്പീഷീസ് ഇവിടെയുള്ള ആൾക്കാരെ നശിപ്പിക്കുന്ന, ഇവിടുത്തെ നേറ്റീവ് കമ്മ്യൂണിറ്റീനെ നശിപ്പിക്കുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ഏലിയൻ സ്പീഷീസുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഏലിയൻ സ്പീഷീസുകൾ വന്നാലും ഇവർ അതുമായിട്ട് റെസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. എന്തൊക്കെയായിരിക്കാം ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റീൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഓവർ പോപ്പുലേഷൻ, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പോപ്പുലേഷൻ കൂടിയാൽ, അതായത് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടിയാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമൻ പോപ്പുലേഷൻ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പസഫിക് ഐലൻഡിൽ ആദ്യം നമ്മുടെ ഹ്യൂമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹ്യൂമൻ പോപ്പുലേഷൻ അവിടെ കൂടിയതുകൊണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് കോളനൈസ് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സ് അവിടെ നിന്ന് നശിച്ചു പോയി. എന്തൊരു ആൾക്കാരല്ലേ നമ്മുടെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി ലോസിനെ തടയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ IUCN എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ആൻഡ് ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതിന് അടുത്തായിട്ട് നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതെന്താണ്? കാറ്റലോഗ് ഓഫ് ടാക്സ ഫേസിങ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്ന ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ്, ഇതിനെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ് നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയതും എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്നതും ഒക്കെ ഈ റെഡ് ഡാറ്റ ബുക്കിനകത്ത് ഉണ്ടാകും. ആൻഡ് IUCN റെഡ് ലിസ്റ്റ് അനുസരിച്ച് 784 സ്പീഷീസ് ഇൻ ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 359 ഇൻവെർട്ടിബ്രേറ്റ്സും 87 പ്ലാന്റ്സുമാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത് ഈ കഴിഞ്ഞ 500 വർഷത്തിന് ഇടയിൽ.
ആൻഡ് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മക്കളെ. എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സ്റ്റിങ്ക്റ്റ് ആയ ആനിമൽസ്, അതായത് അവർ നമുക്കിനി മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റത്തില്ല. കാരണം ഒരു സ്പീഷീസ് പോലും ഈ ലോകത്ത് ഇനി അവർ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നതാണ്. എൻഡേഞ്ചേർഡിൽ വരുന്നതാണ് നമ്മുടെ ഇപ്പോൾ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. കാരണം അവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അവർക്ക് അതുപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റിൽ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ആൻഡ് അടുത്തത് വൾനറബിൾ സ്പീഷീസ് ആണ്. അവർക്ക് എന്താണ്, അവർ എൻഡേഞ്ചേർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്പീഷീസുകളാണ്. അതായത് അവരുടെ എണ്ണവും ഇങ്ങനെ ഗണ്യമായിട്ട് കുറഞ്ഞു വരികയാണ്. അവർക്കും അവരുടെ അഡാപ്റ്റേഷൻസ് ഒക്കെ കുറഞ്ഞു വരുന്നവരാണ് വൾനറബിൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ദെൻ റെയർ സ്പീഷീസ്, നമ്മുടെ ചില റീജിയൻസിൽ മാത്രം കാണപ്പെടുന്ന വളരെ കുറവ് നമ്പറിലുള്ള സ്പീഷീസുകളാണ് റെയർ സ്പീഷീസുകൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള കുറച്ച് ആനിമൽസ് നോക്കാം. എന്തൊക്കെയാണ്? സ്റ്റെല്ലർ സീകൗ എന്ന് പറയുന്ന റഷ്യയിൽ വരുന്ന ഒരു ആനിമൽ വരുന്നുണ്ട്. ആൻഡ് ഡോഡോ എന്ന് പറയുന്ന മൗറീഷ്യസിൽ വരുന്ന ഒരു ബേർഡാണ്. ആൻഡ് ക്വാഗ, ക്വാഗ ആഫ്രിക്കയിൽ കാണപ്പെട്ടിരുന്ന ക്വാഗ എന്ന് പറയുന്ന ആനിമലും എന്തായി, നമ്മുടെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ളതാണ്. ആൻഡ് തൈലാസിൻ, ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന തൈലാസിൻ എന്ന് പറയുന്ന ആ ഒരു ആനിമലും ഇപ്പോൾ നമുക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ളതാണ്. ആൻഡ് ടൈഗറിൽ തന്നെ 3 സ്പീഷീസുകൾ, 3 സബ് സ്പീഷീസുകളായിട്ടുള്ള ബാലി, ജവാൻ, കാസ്പിൻ, ഈ 3 ടൈഗേഴ്സും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ടൈഗേഴ്സാണ്. ഇനി നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ക്ഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഡിക്രീസ് ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ, അവിടെ പ്ലാന്റ് പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിനെ ബാധിക്കും അല്ലേ. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ് ടു എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസ്, നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസുമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും എന്താവും, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. And increased variability in ecosystem process like water use, plant productivity and pest disease cycle. അവിടെ നമ്മുടെ ക്രോപ്സിനെയൊക്കെ പെസ്റ്റ് അഫക്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ യൂസ് കൂടുകയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി ഒക്കെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെയൊക്കെ വേരിയബിലിറ്റി ഉണ്ടാകുമ്പോഴും നമുക്ക് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. ആൻഡ് അടുത്തത് നമ്മുടെ കോസസ് ആണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഫസ്റ്റ്. ഇവിടെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു റീജിയനെ തന്നെ നമ്മൾ പല ഫ്രാഗ്മെൻ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് പല റീജിയൻസ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആമസോൺ ഫോറസ്റ്റ് ഇല്ലേ. ആമസോൺ ഫോറസ്റ്റിനെ നമ്മുടെ ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ സോയാബീൻ കൾട്ടിവേഷനും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സ്, നമ്മുടെ ബീഫ് അതുപോലെ തന്നെ കാറ്റിൽസിനെയൊക്കെ ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാസ് ലെൻസ് ഒക്കെ ആക്കി മാറ്റി. അങ്ങനെ ആക്കി മാറ്റിയപ്പോൾ ഈ ആമസോൺ ഫോറസ്റ്റിൻ്റെ ആ ഒരു വലിപ്പം കുറഞ്ഞില്ലേ, വലിപ്പം കുറഞ്ഞു, അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് ഒക്കെ കുറഞ്ഞു, അവിടെ ബയോഡൈവേഴ്സിറ്റിക്ക് ലോസ് ഉണ്ടായി. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നതും ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നതും എന്താണ്, നമ്മുടെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിൻ്റെ ഒരു കോസാണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കോസാണ് നമ്മുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്റ്റെല്ലർ സീകൗ എന്ന് പറയുന്ന എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ആനിമലാണ്. ആൻഡ് പാസഞ്ചർ പീജിയൻ, മെനി മെറൈൻ ഫിഷസ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ കൂടുതൽ ചൂഷണം ചെയ്യുന്നു. അവരുടെ പ്രൊഡക്ട്സ്, അവർ യൂസ് ചെയ്യുന്ന നാച്ചുറൽ പ്രൊഡക്ട്സ്, അവരിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്ട്സും അതുപോലെ തന്നെ അവർ ഭക്ഷണമാക്കുന്ന പ്രൊഡക്റ്റും ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പം അങ്ങനെ അവിടെയും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സംഭവിക്കുന്നു. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് ആണ്. ഏലിയൻ സ്പീഷീസുകൾ കടന്നു വന്നതുകൊണ്ട് ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകൾ നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ. വിക്ടോറിയ ലേക്കിലേക്ക് നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അവിടുത്തെ എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ള, അതായത് ആ ഒരു വിക്ടോറിയ ലേക്കിൽ മാത്രം കണ്ടിരുന്ന സ്പീഷീസ് ആയിട്ടുള്ള സിക്ലെറ്റ് ഫിഷ് അവിടെ നശിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പാർത്തീനിയം, ലാന്തന ആൻഡ് എക്കോർണിയ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ ഇപ്പം കാണപ്പെടുന്ന കുറേ പ്ലാന്റ്സ് ആണ് അല്ലേ, പാർത്തീനിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഏലിയൻ സ്പീഷീസുകളാണ്. ഇവർ വന്നതോടുകൂടി നമ്മുടെ എക്സോട്ടിക് പ്ലാന്റ്സ്, നമ്മുടെ ഇവിടെ കണ്ടിരുന്ന കുറേ പ്ലാന്റ്സിന് ഡാമേജ് വരാൻ തുടങ്ങി. ഇവരിൽ പലരും അലർജൻസ് ആണ്. നമ്മൾ ഈ ആഫ്രിക്കൻ പായലിൻ്റെ കാര്യമൊക്കെ പറയത്തില്ലേ, ആഫ്രിക്കൻ പായൽ നമ്മുടെ
വാട്ടർ ബോഡീസിനെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താണ്, ഇവരിങ്ങനെ ഒരുപാട് പെറ്റുപെരുകി ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ ബോഡീസിലുണ്ടാകുന്ന മറ്റ് പ്ലാന്റ്സിനൊന്നും വളരാൻ പറ്റാതെയായി. അതുപോലെ തന്നെ നമ്മുടെ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള ഫിഷസിനെയൊക്കെ അത് ഡാമേജ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷാണ് അടുത്തത്. ക്യാറ്റ് ഫിഷ് വന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ക്യാറ്റ് ഫിഷും അതുപോലെ തന്നെ നമ്മുടെ വേറെ കുറച്ച് ഫിഷസുകളൊക്കെ നശിക്കാനായിട്ട് തുടങ്ങി. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ജീവി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറൊരു ജീവിക്കും എന്ത് സംഭവിക്കും, എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. അത്രയാണ് ഈ കോ എക്സ്റ്റിങ്ഷനിൽ വരുന്നത്. അതായത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തത്, അതൊരു പാരസൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പരസ്പരം ബെനിഫിറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവർക്കും എന്ത് സംഭവിക്കും, എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഹോസ്റ്റ് ഫിഷ് സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ഓൾ പാരസൈറ്റ് ദാറ്റ് സ്പെസിഫിക്കലി or യുണീക്കലി ലിവ് ഇൻ ദെയർ ഫേസ് അല്ലേ. അവിടെ ഫേസിൽ ജീവിക്കുന്ന, അതായത് ഹോസ്റ്റ് ഫിഷ് എന്ന് പറയുന്ന ഫിഷിൻ്റെ ഫേസിൽ കുറേ പാരസൈറ്റ്സ് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയപ്പം ഈ പാരസൈറ്റും എന്തായി, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. ആൻഡ് കോ ഇവോൾഡ് പ്ലാന്റ്സ്, പോളിനേറ്റർ, മ്യൂച്വലിസം ഒക്കെ എന്ത് കാണിക്കുന്നുണ്ട്, കോ എക്സ്റ്റിങ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് 3 കാറ്റഗറീസ് ആക്കി തിരിക്കുക. നമുക്ക് നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺസ്, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് അല്ലെങ്കിൽ എത്തിക്കൽ റീസൺസ്, ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ആ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ റീസണിങ്ങിനെ. അതിനകത്ത് നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് എന്ന് പറയുമ്പം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മളൊരു പ്ലാന്റോ അല്ലെങ്കിൽ ആനിമലോ അതിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്ട്സ് കൊണ്ട് ആ ഒരു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സംഭവിക്കുന്നത്. ലൈക്ക് നമുക്കിപ്പോൾ അറിയാം അല്ലേ, നമ്മൾ ഫയർവുഡ് എടുക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള റെസിൻസ്, ഗംസ് ആൻഡ് ഡൈസ്, ടാനിൻസ്, ഇതൊക്കെ നമ്മൾ എന്തിൽ നിന്ന് എടുക്കുന്നുണ്ട്, പല പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ആനിമൽസൊക്കെ നശിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെയും വരാറുണ്ട്. മെഡിസിനൽ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നാരോലിയിൽ വരുന്നത്. ഇനി ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് എന്തൊക്കെയാണ്? ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ, പോളിനേഷൻ ഓഫ് ഫ്ലവേഴ്സ് വിതൗട്ട് വിച്ച് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ഓക്സിജൻ. അതുപോലെ തന്നെ പോളിനേഷൻ ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ ആ ഒരു നമ്മുടെ പാർത്തനോകാർപ്പി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള പ്രോസസ്സിലൂടെ നമ്മൾ ഫ്രൂട്ട്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് ആണ്. പിന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട് അല്ലേ. ബേർഡ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ജീവികൾക്ക് അതിനെ നശിക്കാനുള്ള കാരണമായി മാറുന്നുണ്ട്. അടുത്തതായിട്ടുള്ള എത്തിക്കൽ റീസൺസ് ആണ്. ആൻഡ് ഇവിടെ എവറി സ്പീഷീസ് ഹാസ് ഇൻട്രൻസിക് വാല്യൂ. ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാ സ്പീഷീസിനും, ഇപ്പം മനുഷ്യനൊരു ധാരണയുണ്ട് ഇവിടെ നമ്മൾ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അല്ലേ. അങ്ങനെയാണ് പലരുടെയും ആക്ടിവിറ്റീസ്. പക്ഷേ എന്താണ്, ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ ഹനിക്കാനായിട്ട് പാടില്ല. നമ്മൾ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആനിമൽസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ നാശത്തിന് കാരണമാകും. അതാണ് എത്തിക്കൽ റീസൺസിൽ വരുന്നത്. ആൻഡ് നമ്മൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് കൺസർവേഷൻ ഉണ്ട്. എന്താണ്, ഇൻ സിറ്റു കൺസർവേഷനും എക്സ് സിറ്റു കൺസർവേഷനും. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്. അതായത് ഒരു സ്പീഷീസിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് തന്നെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഹോട്ട്സ്പോട്ട്സ്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സീക്രട്ട് ഗ്രോവ്സ് ഫോറസ്റ്റ്. നമുക്കറിയാം പെരിയാർ നാഷണൽ പാർക്കൊക്കെ അല്ലേ. അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവ് ഉണ്ട്, നമ്മുടെ മുതുമലയുണ്ട്, അതുപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്കുണ്ട്, അങ്ങനെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ പല സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളൊക്കെ കാണാൻ പറ്റും. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അവിടെയുള്ള കുറേ ജീവികളുണ്ട് അല്ലേ. ഇപ്പോൾ ടൈഗർ, നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ടൈഗറിൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അവർക്ക് ജീവിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒക്കെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹാബിറ്റാറ്റ് തന്നെ നമ്മൾ കൺസർവ് ചെയ്യുന്നു. ഹ്യൂമൻ
ഹ്യൂമനെ ഒന്നും അങ്ങോട്ട് കടത്തി വിടാത്ത രീതിയിൽ അതിനെ വളരെ അധികം നന്നായിട്ട് കൺസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നേച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് അവിടെ കൺസർവ് ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ നമ്മുടെ സൂ ഒക്കെ അല്ലേ, സൂ, പിന്നെ ജീൻ ബാങ്കുകൾ, ഇതൊക്കെ എന്തിനാണ്? എക്സ് സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ കൺവെൻഷൻസ്. 2 കൺവെൻഷനുകളാണ് പഠിക്കാനുള്ളത്. ഈ നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ കൺസർവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള 2 കൺവെൻഷൻസ് ആണ്. വിച്ച് ഇസ് ദ എർത്ത് സബ്മിറ്റ്. എർത്ത് സബ്മിറ്റ് എന്നാണ് ഉണ്ടായത്? 1992 റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് നടന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബയോഡൈവേഴ്സിറ്റീനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ സബ്മിറ്റ് ആണ് നമ്മുടെ വേൾഡ് സബ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് 2002 ജോഹാനസ്ബർഗ്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹാനസ്ബർഗിൽ വെച്ചിട്ടാണ് നടന്നത്. ഇവിടെ 190 കൺട്രീസ് അവിടെ സൈൻ ചെയ്തു. 190 കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ കൺട്രികളും അല്ലേ, വളരെ വിരളമായിട്ടുള്ള കൺട്രികൾ മാത്രമാണ് സൈൻ ചെയ്യാതിരുന്നത്. ബാക്കി എല്ലാ കൺട്രികളും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്യാനും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ കൂട്ടാനൊക്കെ ആയിട്ടുള്ള ആ ഒരു കരാറിലാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. കുറച്ച് കൺസർവേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇൻസിറ്റ്യൂട്ടിൽ വരുന്നതാണ് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്, സീക്രട്ട് ഗ്രോവ്സ്. ഇതൊക്കെ നമുക്ക് ഇൻ സിറ്റു കൺസർവേഷൻ, അതായത് ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്. എക്സ് സിറ്റിയിൽ വരുന്ന ഏതാണ്? സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ, അതായത് ലോ ടെമ്പറേച്ചറിലൊക്കെ നമ്മുടെ സീഡ്സിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കില്ലേ, അതാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം മക്കൾക്ക് നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിൽ നിന്ന് വളരെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.